ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്കറിയാം ഞാൻ കുറേ കാലമായിട്ട് വീഡിയോ ഇട്ടിട്ട്, ബട്ട് ദിസ് വൺ ഇസ് എ വെരി സ്പെഷ്യൽ വീഡിയോ. ഐ എം ഗോയിങ് ഹോം. ഒരു വർഷത്തിന് ശേഷം ഞാൻ വീട്ടിൽ പോവാണ്. ബട്ട് ലോങ് സ്റ്റോറി ഷോർട്ട്, ഞാൻ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് പോവാന്ന് എൻ്റെ വീട്ടിൽ ആദ്യമില്ല. വെരി വെരി എക്സൈറ്റഡ് ആസ് യു കെൻ സീ ഇറ്റ് ഓൺ മൈ ഫേസ്. എൻ്റെ വീട്ടിൽ ആർക്കും ചമ്മന്തൊന്നും പറ്റും. എൻ്റെ വീട്ടിൽ ആർക്കും അറിയില്ല ഞാൻ വരുന്നത്. സോ ഇറ്റ്സ് എ ടോട്ടൽ സർപ്രൈസ് ഫോർ ദെം. So I'm very excited. Bye, Shasha. Bye. Bye, Shashu. എൻ്റെ കൂടെ 2 ദിവസത്തേക്ക് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് തൃശ്ശൂരിനും നിന്നിട്ടുണ്ടായി. ഇവിടെ നിന്നാണ് ഞാൻ കണ്ണൂർ പോകുന്നത്. ആകെ കൂടി ഒരു ദിവസം ഞാനിവിടെ നിൽക്കുന്നെങ്കിലും 16,000 കാര്യങ്ങൾ എനിക്കിന്ന് ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് ഇവൻ. ഇവൻ്റെ ലൈഫ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷമുള്ള ഞങ്ങളുടെ ഫസ്റ്റത്തെ കണ്ടുമുട്ടലാണിത്. അതും അല്ലാണ്ട് 2-3 വർഷമായി ഞങ്ങൾ കണ്ടിട്ട്. അതിൻ്റെ പരാതിയും പരിഭവവും ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ ഇവനെ കാണാൻ പറ്റിയില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇന്നലെ പുലർച്ചെ ഞങ്ങൾ എത്തിയപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും കൂടുതൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 1-2 സ്ഥലത്ത് പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇന്ന് ഞാൻ ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. സോ ദിസ് ഈസ് ആർ റൂം. ഇറ്റ്സ് എ മെസ് കറൻ്റ്ലി. മംഗലാപുരത്ത് നിന്ന് പഠിപ്പും കഴിഞ്ഞ് പെട്ടിയും കിടക്കി എടുത്ത് വന്നതിന് ശേഷം ട്രെയിൻ യാത്ര ഭയങ്കര അപൂർവമാണ്. വന്ദേ ഭാരത് ഓടാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലമായിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് വന്ദേ ഭാരതിൽ. അതിൻ്റെതായ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. പിന്നെ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി വരുന്നതിൻ്റെ ഒരു സങ്കടം ആദ്യക്കുണ്ട് എന്നെനിക്കറിയാം. പക്ഷെ അത് ആ മുഖത്ത് കാണുന്നില്ല. അങ്ങനെ നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ദേ ഭാരത് കാത്ത് ഞങ്ങൾ 2 പേരും കുറച്ചധികം പോസ്റ്റായി നിന്നിട്ടുണ്ടായിരുന്നു. അധികം ഒന്നും പ്ലാൻ ചെയ്യാത്ത ട്രിപ്പായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളിലൊക്കെ എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ട്രിപ്പ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഉള്ള ഒരു ട്രിപ്പായിരുന്നു. പക്ഷെ അതിനേക്കാളും എവിടെയൊക്കെയോ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഞാനും ആദ്യം കല്യാണം കഴിഞ്ഞിട്ട് ഇത് 2ാമത്തെ പ്രാവശ്യം തോന്നുന്നു മാറി നിൽക്കുന്നത്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കാര്യം വന്നപ്പം ആദ്യമൊക്കെ കൂടെ നിൽക്കാൻ പറ്റാത്തതിനുള്ളൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ലൈഫ് ഇസ് ലൈഫ്. അപ്പോൾ ഞാൻ കണ്ണൂരിനും ഇറങ്ങിയിട്ടുണ്ടായി. അപ്പോൾ കണ്ണൂരിൽ നിന്ന് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അജിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവനായിരുന്നു എൻ്റെ നാട്ടിൽ വന്നപ്പം എൻ്റെ പ്ലാൻ എക്സിക്യൂഷൻ ചെയ്യാൻ എന്നെ സഹായിച്ച ആദ്യത്തെ വ്യക്തി. ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയിട്ട് ടേർക്ക്വൈസ് നിന്ന് ഫുഡ് കഴിക്കാൻ പോയി. നല്ല ഫുഡാട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ എൻ്റെ നാട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ നാടും നാട്ടുകാരും ഒക്കെ കാണുമ്പം നമുക്ക് ഉള്ളിൽ വരുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് വേറെ തന്നെയായിരുന്നു. പക്ഷെ ട്രാവൽ ചെയ്തതിൻ്റെ നല്ല ക്ഷീണം എനിക്കുണ്ടായിരുന്നു. രാവിലെ പെട്ടിയും കിടക്കി എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വൈകുന്നേരമായി വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. പക്ഷെ നാട്ടിലേക്ക് എത്തുമ്പോഴുള്ളൊരു ഫീലിംഗ് അത് വേറെ തന്നെയാണ്. അപ്പോൾ വീട്ടിൽ ആരും അറിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ജീജു മാത്രമേ അറിഞ്ഞിട്ടുണ്ടായി ഞാൻ വരുന്നുണ്ട്. ഞാൻ എല്ലാവരെയും സർപ്രൈസ് ചെയ്യാൻ പതുക്കെ നടന്നു പോവുക. കുറച്ച് ചായ തരുമോ? ഹലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പിനിത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇരുന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കി എല്ലാവർക്കുള്ള സാധനം വാങ്ങൽ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. മനസ്സിൽ വന്ന സാധനങ്ങൾ അപ്പം എവിടേക്കൊക്കെയോ എന്നൊക്കെ പോയി വാങ്ങി എല്ലാം പെട്ടിയിലാക്കി അങ്ങനെ നാട്ടിൽ വന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടുള്ള സാധനങ്ങൾ ഈ കുട്ടിപ്പട്ടാളത്തിന് തന്നെയാണ്. അപ്പോൾ അത് അവർക്ക് കൊടുക്കുമ്പം അവരുടെ മുഖത്ത് കാണുന്നൊരു ഹാപ്പിനെസ് അത് വേറെ തന്നെയായിരുന്നു. ആൻഡ് ഇവരെ 2 പേരും വലുതാവും തോറും ഓരോ വർഷവും നാട്ടിൽ വന്നിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ മിസ്സാവുന്നൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. പിന്നെ കൂട്ടത്തിൽ എൻ്റെ റൂബി മോളും. എല്ലാ വർഷവും നാട്ടിലേക്ക് വരുമ്പം ആ കിട്ടുന്ന 30 ദിവസം മതിയാവുന്നില്ല എന്നൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. പക്ഷേ ഇപ്രാവശ്യം
എൻ്റെ ലൈഫിൽ കുറച്ചധികം ചേഞ്ചസ് കാരണം എനിക്കൊരു 30 ദിവസം പോലും ഇപ്രാവശ്യം ഇവരെ കൂടെ നിൽക്കാൻ പറ്റില്ല. ആകെ കൂടിയുള്ള 5 ദിവസമാണ്. ഈ 5 ദിവസം മാക്സിമം വീട്ടിൽ നിൽക്കുക, നല്ലപോലെ ഫുഡ് കഴിക്കുക, നല്ലപോലെ റെസ്റ്റ് ചെയ്യുക, പിന്നെ കാണാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ പോയി കാണുക. ഇതൊക്കെയായിരുന്നു എൻ്റെ ഈ ട്രിപ്പിലെ മെയിൻ അജണ്ട. കുക്ക് ചെയ്യാനിപ്പോൾ അത്യാവശ്യം അറിയെങ്കിലും വീട്ടിൽ വന്നിട്ട് അമ്മേൻ്റെ ഫുഡ് കഴിക്കുന്നതിലുള്ളൊരു സംതൃപ്തിയും സന്തോഷവും വേറെ ഒന്നിൻ്റെ അത്ര വരില്ല. പിന്നെ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കുമ്പം ഒരാൾ എന്നും എപ്പോഴും കാവലിരിക്കും. ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പം എന്നെ കാത്ത് കുറച്ച് കുട്ടി പട്ടാളങ്ങൾ ഉണ്ടായിരുന്നു. 2 സാഷ ബേബീസും ഒരു സാഷ കൊക്കോ മിക്സും. ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും കുറച്ച് പൂച്ചകൾ എന്നും എൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കും എന്നുള്ളത് ഇങ്ങനെ കാലം തെളിയിക്കുന്നൊരു സംഭവമാണ്. എൻ്റെ വീട്ടിൽ പിന്നെ റൂബിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പൂച്ചകൾ, അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പൂച്ചകളുണ്ട്. ആൻഡ് ഒരു ബ്ലാക്ക് ക്യാറ്റ് ഗ്യാങ് ആണ് ഞങ്ങളുടെ അവിടെ ഉള്ളത്. ഓരോ തവണ നാട്ടിൽ വരുമ്പോൾ പൂച്ചകളുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഇതുകൊണ്ട് അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ദേഷ്യം വരലുണ്ട്, കാരണം ഞാനാണ് ഇതിനെയൊക്കെ എൻ്റർടൈൻ ചെയ്യുന്നതെന്ന്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും പൂച്ചയും തമ്മിൽ മുജ്ജന്മ ബന്ധമായതുകൊണ്ട് ഞാൻ എവിടെയുണ്ടോ അവിടെ പൂച്ചയുണ്ട്. നല്ല രസമായിരുന്നു ഈ ചെറിയ ചെറിയ പൂച്ചക്കുട്ടികളെയൊക്കെ എടുത്ത് കളിപ്പിക്കാനൊക്കെ. അവരത്ര ഫ്രണ്ട്ലി അല്ലെങ്കിലും കുറച്ച് നേരമൊക്കെ എൻ്റെ കൂടെ കളിച്ച് വളരാനുള്ളൊരു സെറ്റപ്പൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അലീഷ സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓരോ ദിവസം അവിടെ നിന്ന് പഠിച്ചതും ചെയ്തതും അറിഞ്ഞതും കാര്യങ്ങളൊക്കെ എൻ്റെ അടുക്ക വന്ന് പറയാനോ അല്ലെ വീട്ടിൽ വന്ന് പറയാനോ. അപ്പോൾ അത് കേൾക്കാനും അവരുടെ കൂട്ടത്തിൽ ഓരോ കഥ പറഞ്ഞിരിക്കാനും ഒക്കെ ആയിരുന്നു ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ മെയിനായിട്ട് ഞാൻ ടൈം നോക്കിയിട്ടുണ്ടായത്. ഞാൻ പിന്നെ ഒരു ഫുൾ ടൈം നല്ല മേമയൊന്നുമല്ലേനു. ഇവരെ കൂടെ കളിച്ച് ചിരിച്ച് നടക്കുന്ന പോലെ തന്നെ ഇവരെ കൂടെ അടി ഉണ്ടാക്കി അവരെ കരയിപ്പിക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനുള്ള ചീത്ത എനിക്ക് വേറെ പാർസലായിട്ട് കിട്ടിയിട്ടുണ്ടേനു. നമ്മൾ പുറത്തെല്ലാം താമസിച്ചിട്ട് കൊല്ലത്തിലൊരിക്കൽ നാട്ടിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രിൻസസ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യലുണ്ടേനു. നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു തരാൻ, നമുക്കിഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി തരിക, നമ്മുടെ ഓരോരോ കാര്യങ്ങൾ വലിയ എന്തോ സംഭവം പോലെ ചെയ്തു തരാനൊക്കെ ആൾക്കാരുണ്ടാകുന്നത് അത് വേറെ തന്നെ മനസ്സിനൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ സന്ധ്യയ്ക്ക് ഇരുന്ന് മുറ്റത്ത് നോക്കി നമ്മൾ കോലായിലിരുന്ന് ഇങ്ങനെ പിള്ളേരുടെ കൂടെയെല്ലാം വർത്താനം പറഞ്ഞിങ്ങനെ തലയിൽ എണ്ണയൊക്കെ വെച്ച് ചെയ്തു തരുന്നതൊക്കെ എനിക്കിപ്പോൾ ആലോചിക്കും എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നു. ഇതൊക്കെ ലൈഫിലെ ചെറിയ ചെറിയ മൊമെൻറ്റ്സാണ്. പക്ഷേ നമ്മൾ വേറൊരു നാട്ടിലിരുന്നിട്ട് നമ്മൾ ഇന്ന് ഈ വീഡിയോവും അല്ലെ ഫോട്ടോസും അല്ലെ ആ ഒരു മെമ്മറിയൊക്കെ ആലോചിക്കുമ്പോൾ അതൊന്നും കൂടി റീലീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ എന്ന് നമ്മളെപ്പോഴും ആലോചിക്കും. ലൈഫിലെ ചെറിയ ചെറിയ മൊമെൻറ്റ്സാണ് ആക്ച്വലി നമുക്ക് വലിയ വലിയ സന്തോഷം തരുന്നതെന്ന് പണ്ട് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്ന് ഇപ്പം എനിക്ക് നല്ലപോലെ അറിയാം. ദുബായിൽ നിന്ന് സന്ധ്യ ആകുമ്പോൾ മനസ്സിന് എന്നൊരു വിഷമമാണ്. അയ്യോ ദിവസം തീർന്നല്ലോ, നാളെ പണിക്ക് പോകണമല്ലോ, ഞായറാഴ്ച തീർന്നല്ലോ എന്നല്ലോ ഉള്ളത്. പക്ഷെ നാട്ടിൽ വരുമ്പോൾ സന്ധ്യക്ക് അമ്മ ഇങ്ങനെ വിളക്കെല്ലാം കൊളുത്തി കഴിഞ്ഞിട്ട് ആ വിളക്കെല്ലാം കണ്ട് മുറ്റത്തൂടെ പോകുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കി വെറുതെ കുറ്റം പറഞ്ഞിരിക്കാൻ പ്രത്യേക സുഖം. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ചെറുപ്പം തൊട്ടിട്ട് ഇന്ന് വരയ്ക്ക് നിർത്താത്തൊരു കാര്യമാണ് ഉഴിഞ്ഞിടൽ. നമ്മൾ ദുബായിൽ നിന്ന് നാട്ടിൽ വന്നതായിക്കോട്ടെ, ഞാൻ മംഗലാപുരത്തുനിന്ന് പഠിച്ചിട്ട് തിരിച്ച് വന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നതായിക്കോട്ടെ, അമ്മ മെയിനായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് അത് ഉഴിഞ്ഞിടൽ. അത് വീട്ടിലെ വലിയ ആൾ തൊട്ടിട്ട് റൂബിക്ക് വരെ അത് ചെയ്ത് കഴിഞ്ഞാൽ അമ്മക്കൊരു സമാധാനമുണ്ട്. അമ്മയുടെ സമാധാനം ഞങ്ങളുടെ സന്തോഷം. നാട്ടിൽ ചൂട് അത് മാത്രമാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. പക്ഷേ വീടല്ലേ, വീട്ടിൽ ചൂടായാലും തണുപ്പായാലും മഴയായാലും അതിനതിൻ്റേതായൊരു സന്തോഷമുണ്ട്. പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലെ ഫുഡ് ആഹാ അന്തസ്. അങ്ങനെ ആദ്യത്തെ 1-2 ദിവസം ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ആകുന്നു, നല്ല ഫുഡ് കഴിക്കുന്നു, വൈകുന്നേരം ആകുന്നു, വീണ്ടും അമ്മ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്നു, ചെറുതിനെയും വലുതിനെയും എല്ലാം ഒഴിഞ്ഞിടുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു ആദ്യത്തെ 1-2 ദിവസം പരിപാടി ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെറുത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പം അവളും ചേച്ചിയായിട്ടുള്ള യുദ്ധം. അങ്ങനെ കുറച്ച് ദിവസം കടന്നുപോയി. വയസ്സായാലും മുടിയിലും അവിടെ ഇടയിലൊരു നരയെല്ലാം കാണുന്നു. അപ്പോൾ ഞാൻ വിളിച്ചെല്ലാം പോയിട്ടൊന്ന് കളർ അടിച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്തിരുന്നു, സുന്ദരിയാക്കാമെന്ന്. ഞാൻ തലശ്ശേരി പോയിട്ട് ഹെയർ സെറ്റാക്കാൻ പോവുകയാണ്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ മൈ ഓട്ടോ. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോയിലാണ് യാത്ര. എൻ്റെ ഡ്രൈവറായ ആദ്യം ഇല്ലാത്തതിനാൽ ഓട്ടോയിലാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ സവാരി ഗിരികളും സവാരി ഗിരികളും. അപ്പം അങ്ങനെ നമ്മൾ ഓട്ടോയിൽ ബുക്കാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് അമ്മേനൊന്ന് ഡോക്ടറെ കാണിക്കണം. ഇവിടെ തണുപ്പെല്ലാം തുടങ്ങിയ നാട്ടിൽ. അപ്പോൾ അമ്മയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മേനെ കൊണ്ടൊന്ന് ഡോക്ടറെ അടുത്ത് പോകണം. ഇത്രയും ദിവസം ഡേറ്റും പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു. ഓരെല്ലാം വീട്ടിൽ പോയി. ഇനി 2 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ചു വരും. എൻ്റെ അവധിക്കാലം അങ്ങനെ തീരാനും പോവുകയായി. സോ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. രാവിലെ എണീറ്റിട്ടുള്ള എൻ്റെ വീടിൻ്റെ മുറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
സീമൈ മുറ്റം. പച്ചപ്പും ഹരിതാപവും കാണാം. നാട്ടിൽ വരണം എന്ന് പറയുന്നത് വെറുതെയല്ല. ഇത്രയും മനോഹരമായിട്ട് വേറെ എവിടെ കാണും? നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു സാധനം ഓട്ടോ തന്നെയാണ്. 4 ഭാഗത്തൊന്നും കാറ്റടിക്കുക, നമുക്ക് വേണ്ട സ്ഥലത്തെല്ലാം പെട്ടെന്ന് പോയിട്ട് വരാം. പിന്നെ കൊണ്ടുപോകാൻ ആദ്യം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഒരേ ഒരു ആശ്രയം ഓട്ടോയിൽ തന്നെയാണ്. ഞാൻ ലക്സ് എന്ന് പറയുന്ന ഒരു സലൂണിലായിരുന്നു ഹെയർ കളറിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഉദ്ദേശിച്ച കളറ് ആദ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെയുള്ളത്. പിന്നെ കണ്ണും പൂട്ടിയിട്ട് എന്തായാലും വന്നതല്ലേ ചെയ്യാന്നുള്ള രീതിക്ക് ഞാനൊരു ഹെയർ കളർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുള്ളായിട്ട് ഹെയർ കളർ ആയിരുന്നില്ല ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാൻ ഹൈലൈറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു ബ്രൗണിഷ് കളറ് അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എൻ്റെ വൈറ്റ് ഹെയർസ് വരുന്ന സ്ഥലമെല്ലാം ജസ്റ്റ് ഒന്ന് ഹൈഡാക്കാൻ, അങ്ങനെയാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായത്. നല്ല സർവീസായിരുന്നു. അവർ നല്ലപോലെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഭയങ്കര കംഫർട്ടബിളാക്കി. നമ്മുടെ ഒപ്പീനിയനും അവരുടെ സജഷൻസും ഒക്കെ തന്നിട്ട് നല്ല രീതിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ നാട്ടിൽ ഈ വക പരിപാടികളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഏതാ നല്ലത് എങ്ങനെയാണെന്നൊന്നും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പ്യോർലി റിവ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പോയത്. പക്ഷേ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് ആ കളറ് വന്നിട്ടുണ്ടായി. അപ്പം എഗെയിൻ ഇന്നും എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാകുന്ന പണി ഇനുവിന്. ഞാൻ നാട്ടിൽ വന്നപ്പം ഭയങ്കര പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു സർപ്രൈസ് നമ്പർ 2 ആണിത്. ഞാൻ നീനുവിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ വന്നതും കാര്യങ്ങളൊക്കെ. ഞാൻ നാട്ടിലെത്തിയിട്ട് അവളോട് ദുബായിൽ വർക്കിന് പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരുടെ ഹസ്ബൻഡ് കട്ടയ്ക്ക് സപ്പോർട്ടുള്ളത് കൊണ്ടായിരുന്നു ഈ സർപ്രൈസ് എക്സിക്യൂഷൻ നല്ല രീതിക്ക് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയത്. ആളെന്നെ കണ്ട് ഭയങ്കരമായിട്ട് ഇമോഷണലായി. അത് കണ്ടിട്ട് ഞാനും ഭയങ്കര ഇമോഷണലായി. ബട്ട് ഇറ്റ് വാസ് വെരി വെരി ഗുഡ് ടു സീ ഹർ. അപ്പം നമ്മൾ കാലിക്കറ്റിലുള്ള ഹൈലൈറ്റ് മോളിൽ നിന്നായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ആദ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ട്രാവലിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വലിയ ഓർഗനൈസോ പ്ലാനോ ഒന്നും ഇല്ലാതെ ഞാൻ വന്നുകൊണ്ട് തന്നെ എനിക്ക് ഒരു രീതിക്കുള്ള ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താ ചെയ്യേണ്ടത് എവിടെയാ പോകേണ്ടതെന്നൊന്നും. അപ്പം ഞങ്ങൾ ഹൈലൈറ്റ് മോളിലായിരുന്നു കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പുറത്തെല്ലാം ഭയങ്കര ചൂടും വെയിലും പുകയാണ്ട് പിള്ളേരെല്ലാം കൊണ്ട് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് നമുക്ക് ഇൻഡോർ സ്പേസിൽ എവിടെയെങ്കിലും ഇരിക്കാമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുന്നത് പ്രമാണിച്ച് എൻ്റെ ചേച്ചി എനിക്കൊരു ഡ്രസ്സൊക്കെ ഗിഫ്റ്റ് ചെയ്തു. ഭയങ്കര പ്രിറ്റി ആയിട്ടുള്ളൊരു കുർത്ത സെറ്റായിരുന്നു. ഞങ്ങളവിടെ കുറച്ച് നേരം അല്ലറ ചില്ലറ ഷോപ്പിംഗ് തെണ്ടിത്തിരിയലൊക്കെ ചെയ്തു. അങ്ങനെ ഫൈനലി ഞങ്ങൾ പിരിയാനുള്ള സമയമായി. അങ്ങനെ ഫൈനലി ഞാൻ തിരിച്ചു പോകാനുള്ള ദിവസമായി. 5 ദിവസം കണ്ണടച്ച് തുറക്കുന്ന പോലെ തീർന്നു. ദിസ് ട്രിപ്പ് വാസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ആൻഡ് അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇറ്റ് വാസ് എ വെരി ഗുഡ് മെമ്മറി.